ഷുഗർ ഉള്ളവരും തിന്നാന്ന് കണ്ടാ അത്രക്കും മധുരമാണ്. കാണിക്കാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഇതിൽ ഉണ്ടായതുകൊണ്ടാണ് കേട്ടാ. പൊറുക്കണം. അപ്പൊ ഇവിടെ ഇറച്ചി മുറിക്കുന്നുണ്ട്. നെയ്യൊക്കെ മാറ്റിയിട്ടുണ്ട്. കത്തി കണ്ടെങ്കിൽ നല്ല മൂർച്ചാക്കിയിട്ടുണ്ട് മാളോ. അതിന് പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പ്രത്യേക പറ്റിച്ചല്ലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡെയിലി വ്ളോഗാട്ടാ. ഇന്നത്തെ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തലേന്ന് തീരുമാനിക്കൊന്നുമില്ല കറി എന്താ ഉണ്ടാവില്ല, കറി ഉണ്ടാക്കുക, കടി എന്താണ്ടാക്കുക. അങ്ങനെ കിടന്ന് ആലോചിക്കും. പക്ഷേ ഒന്നും പിടുത്തം കിട്ടൂല. രാവിലെ ഇങ്ങനെ ഇങ്ങനെ ആക്കത്തിൽ ഇങ്ങനെ നെയ്ച്ചിൻ്റെ ശേഷം ആലോചിക്കുള്ളൂ എന്താ ഇപ്പം ഇന്ന് കടി ഉണ്ടാക്കുക. അങ്ങനെ ആലോചിച്ച് പിടുത്തം കിട്ടി. ഇന്നിപ്പോൾ ഓട്ടട ഉണ്ടാക്കണത്. പിന്നെ കറിയൊന്നുമില്ല കേട്ടോ. കറി അതിൻ്റെ ഇടയിൽ കൂടി എന്താണ് കറി. അപ്പോൾ ഈ മറിഞ്ഞിരിക്കണ കാര്യങ്ങളൊക്കെ ബാവ കണ്ടുപിടിച്ച് എങ്ങനെയുണ്ട് പുറത്തേക്ക് ചാടിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ കുറെ ദിവസം മുന്നേ കുറെ ദിവസം 4 ദിവസമായിട്ടുള്ളൂ അല്ലേ. കാരണം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂടിയാണ് ഫ്രിഡ്ജിൽ ഉണ്ടാവും അല്ലേ. ഫ്രിഡ്ജ് പിന്നെ അതിനുള്ളതല്ലേ, പഴയത് ഭാഗത്തേക്കുള്ളല്ലേ അൽവറ. അവ കുടുങ്ങിയ നേരത്തെ തെരഞ്ഞു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ വെറുതെ ഇങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കറി ഉണ്ടാക്കുക, എന്താ കറി ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ തോന്നി. പക്ഷെ എന്തേ ഉണ്ടാക്കും. ഇനി 2 ദിവസത്തിനുള്ളിൽ ഇല്ല അവിടെ എന്റെ ലേസം ചിക്കൻ കറി ലേസം ഉണ്ട്. പിന്നെ എന്തോ ഒരു കടലൻ എന്തോ ഒരു കറി ഉണ്ട്. 2 ദിവസത്തിനും കൂടി ഞാൻ പാത്ത് കലത് കളയണ്ടല്ലോ, കാരണം കഴിക്കണ പോലല്ലേ. ഓട്ടട വെത്തക്കണ. അപ്പൊ ഇന്ന് ഓട്ടടയാണ് കടിയില. ഓട്ടട മീൻ മുളകിട്ടത്. മീൻ മുളകിട്ടിന്റെ മീൻ ഓടിക്കണ ഇതിൽ കറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാള് പണിക്ക് പോവാൻ നിക്കാണ് കേട്ടാ അല്ലേ. പണിക്ക് പോവാൻ നിക്കാണ്. അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് കടി എന്താ? ചായക്കടി ഏറ്റവും ഇഷ്ടപ്പെട്ട കടി എന്താ? ഈ ഓട്ടട എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചൂട് കൊടുക്കണ കഴിക്കണം കേട്ടാ. കുറെ കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ പറ്റൂല. അതാണ് മീൻകറി. നല്ല പറക്കണ മീൻകറിയാണ്. നല്ല അടിപൊളി ഉണ്ടാവില്ല സാധനത്തിൽ കഴിക്കാൻ. ഇഷ്ടം പോലെ ഉണ്ടാവും. മറ്റേ നാളേക്കും വെക്കേണ്ടി വരും അല്ലേ. നിങ്ങൾ വെച്ചോളി, ഇത്രയും വെച്ചോളി. കൊല്ല കുട്ടിമോനും പൊന്നും ഒക്കെ അല്ലേ തിന്നാനുള്ളത്. അവരൊന്നും ചോറുന്നുള്ളൂ. ശരിയാണോ? പെട്ടെന്ന് നീച്ചൂല. വൈകും രാത്രി ഉറക്കൊഴിച്ചാണ്. നന്നാ തുടങ്ങിക്കോളി യുദ്ധം. ഇന്നലത്തെ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു കേട്ടാ. കാണുമ്പോൾ സെയിം വീഡിയോ തന്നെയാണ്. ഇല്ല പണി നാസർ പോടാ. ഞാൻ എന്താ ഒരാളുടെ ഇപ്പൊ എന്താ ഒരാളുടെ ഒരു ലോഡുള്ളൂ. ഒരു ലോഡല്ലേ. അൽഹംദുലില്ലാ. പച്ചയും കായ്ക്കുള്ള ഒരു ലോഡ്. അപ്പൊ ഇതാ ഓട്ടട. നിങ്ങളാരും ഈ ഓട്ടട ഉണ്ടാക്കലുണ്ടാ? മലപ്പുറം വിട്ടുണ്ടാവില്ല, പുറത്തുണ്ടാവും. ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യം കമന്റിൽ വന്നാൽ മതി. ഇത് വരും. ഇന്നലെ ബാക്കിയുള്ള മാവ് ആരെടുത്തെന്ന് ചോദിക്കാം. നിങ്ങള് ഞാൻ മറക്കൂ. പൊന്നിവിടെ ഉണ്ട്. പൊന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓന് പനിയുണ്ട്, കൊരണ്ട്, പിന്നെ എന്തൊക്കെയുള്ളത് പറഞ്ഞു കൊടുത്താ. തലവേദന ഉണ്ട്. എല്ലാത്തവരൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇന്ന് ഡോക്ടറെ കാണിച്ചണം അല്ലേ. കാണിച്ചണാ ഉറപ്പല്ലേ? ഇപ്പതാ ഓട്ടട വെന്തു. ഞാൻ കൊറേ ഓട്ടട ഗ്യാസും ഉണ്ടാക്കിയാൽ നന്നാവൂല വിചാരിച്ചാണ് ചുടൂലേന്നിട്ടാ. പിന്നെ ഞാൻ ചുട്ടി എത്ര ചുട്ട് അങ്ങനെ കാത്തിക്കണല്ലേ. ഇത് നന്നായിക്കണേ. സംഭവം എന്താ അറിയോ, നമ്മൾ ആദ്യം മാവ് ഒഴിച്ചതിന് ശേഷം ആദ്യം തീയൊന്ന് നല്ലോണം കൂട്ടി വെക്കുക. അതെല്ലാം ചട്ടി എല്ലാവരും ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ റൗണ്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചൂടോടെ കുറച്ചു നേരം മൂടി വെക്കണം. ഫുൾ ചൂടില്. എന്നിട്ട് ഒന്നിങ്ങനെ ഒരു കുറച്ച് നേരം ചൂടായതിന് ശേഷം ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊന്തൂലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക. അങ്ങനെ ആയാലേ ഇതാ ഇങ്ങനെ കിട്ടും കേട്ടാ. നല്ല പൊള്ളച്ചിക്കണേ. ഇതിലേറെ പൊള്ളക്കലുണ്ട്. ഇന്നിപ്പോൾ കുറഞ്ഞിക്കണം. ചില ദിവസം അങ്ങനെ ഇതാ. പക്ഷെ എല്ലാവരും ഉണ്ട് കേട്ടാ. നടു കട്ട എന്തെങ്കിലും ചിലത് ഓട്ടട നടു കട്ടായി കണ്ടു വരും. ഇതാ ഇനി കുറച്ചേക്കാം. ഇനി കുറച്ചേക്കാം. ഇതുണ്ടപ്പോൾ കുമിളകളൊക്കെ പൊന്തിയായിട്ട്
ഓക്കെ ഉച്ചക്ക് എന്താണ് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടല്ലേ? ആ സ്പെഷ്യൽ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ പറയണ്ട, ഉണ്ടാക്കുമ്പോ കാണാം. നല്ല നമ്മൾ അടിപൊളി ഇതുവരെ ശരിക്കും ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടില്ല. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്ന ഐറ്റം നമുക്കൊന്ന് കാണാം അല്ലേ? അതേറ്റല്ലേ കൊറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുള്ളൂ, ഉണ്ടാക്കലില്ല അല്ലേ? അതെ, നല്ല പഴയ പൂർവികന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ്. എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? അപ്പൊ ഉച്ചക്കത്തുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്ന മാറും അല്ലേ? ഉച്ചക്കത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ബീഫ് കറിയും തേങ്ങാച്ചോറും. എങ്ങനെ ഉണ്ടാവും? അടിപൊളി കയറും. അപ്പൊ അതിക്ക് തേങ്ങ പൊട്ടിച്ചത്, തേങ്ങ ചെറിയാണ്, ചെറിയ ഉള്ളി വേണം, ഉലുവ വേണം. അപ്പൊ നീ ഞാനും കൂടി കൂടിയിട്ട് അവിടെ കിലപ്പറായിട്ട് നിൽക്കാൻ പോവാണ്. ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഞാൻ തൊളിച്ചോളാം കേട്ടാ. ഇറച്ചി ഞാൻ മുറിക്കാം. വേറെ ചെറിയ ഉള്ളി വെച്ചാൽ പറ്റില്ല. ഇറച്ചി ഞാൻ മുറിക്കാട്ടാ. ഞങ്ങള് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാണ്ടേന്ന് ഒക്കെ എടുത്ത് കുറച്ച് നേരമായില്ലേ? ഇപ്പൊ എത്ര ടൈമ്? ഏകദേശം ഒരു 12:45. 12:45 12:45 നേരം വൈകിയല്ലേ നമ്മള് ചായ അടിച്ചിക്കണത്? 10:11 ചായ അടിച്ചിട്ടത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞില്ലേ നല്ല മധുരമുള്ള തേങ്ങന്ന്. ആ തേങ്ങ ചെണ്ടനായിട്ടാ അല്ലേ? അധികം കിട്ടൂല, പക്ഷെ നമുക്ക് തെങ്ങുമ്പോ തോനെ തേങ്ങ ഉണ്ടല്ലോ. അതെ, അൽഹംദുലില്ലാ അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. റീസറായിട്ട് ഇത് പോണേലെങ്കിൽ അവിടെ ഒരു സന്തോഷമുണ്ട്. അതെ, പക്ഷെ ഒരു തയ്യാടെ വെക്കണല്ലേ മുളപ്പിച്ചിട്ട്? അല്ല, ഈ തയ്യാടെ കൊണ്ടുവെക്കും. അപ്പൊ ഞാൻ തേങ്ങ ചെല്ലട്ടെ. തേങ്ങ എല്ലാം പോണേ, ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുതരട്ടാ. തേങ്ങ ചിരണ്ടുമ്പോ അതിന് ഇങ്ങനെ എടുത്തുകൊണ്ടിതാ. അതെ, ഇതിങ്ങനെട്ടാ, ഇതിന്റെ ഈ തേങ്ങ മധുരം പഞ്ചസാര ഇട്ട മധുരം. പെരുഞ്ച ടേസ്റ്റ് അല്ലേ? ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളത് തിന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നീ ഇറച്ചിയൊക്കെ മുറിക്കടപ്പ വരട്ടാ അല്ലേ? ഹലോ, ഷുഗർ ഉള്ളവരും തിന്നാൻ നിൽക്കണ്ടാ, അത്രക്കും മധുരമാണ്. പെരുഞ്ചായി മധുരാണ്. നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കൂല, എന്താ വെച്ചാ ഒരു തേങ്ങ എത്ര മധുരമെന്ന്. പക്ഷെ എന്താന്നറിയില്ല, ഞാൻ ഇങ്ങനെ തിന്നിട്ട് നല്ല മധുരമാണ്. ഞാൻ ഇത്രയും നല്ല തേങ്ങ തിന്നിട്ടില്ല. മധുരമുള്ളതൊക്കെ എന്താ വെച്ചാൽ നല്ല തേങ്ങ അങ്ങോട്ട് പറ്റൂല, വെള്ളം വറ്റണ നേരത്ത്. ഇത് ഫുൾ ടൈം ഇങ്ങനെയാണ് മധുരമാണ്, ഇത് ഫുൾ ടൈം അങ്ങനെയാണ്. പച്ചതേങ്ങ ആയാലും അങ്ങനെയാണ്, നല്ല മധുരമാണ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി തേങ്ങാച്ചോറ് പോത്ത് പറ്റിയതില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം. ഇതാണ് വനിതാ പോത്താണോ? വനിതാ പോത്താവൂല. എന്താ വെച്ചാല് വനിതാ പോത്താവാതിരിക്കാൻ കാരണം എന്താ വെച്ചാല്, അതെ അതെ, ഇതൊരു അക്കീക്കന്റെ ആണ്. അക്കീക്ക നല്ല അടിപൊളി ഐറ്റംസുകളൊക്കെ ഉണ്ട്. മാഷാ അല്ലാ. ഏതായാലും അവരെ ഹലാലായ മുറാദൊക്കെ ആസിലാക്കി കൊടുക്കട്ടെ. ആമീൻ. ആയുസിന് നീട്ടിക്കൊടുക്കും. ഇനി ഇതേപോലെ അർത്ഥിക്കാണ് നമ്മൊക്കെ തരാനുള്ള വിധി അല്ലാവും. എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല അടിപൊളി ഇറച്ചിയാണ്. അപ്പൊ ഇത് കുഞ്ഞോളെ ഇറച്ചിത്തെ എല്ലും ഇതൊക്കെ ഒഴിവാക്കും. അത് നേരെ എനിക്ക് കൊടുത്തരും. അപ്പൊ അവൻ കൂടി തോനായി. അപ്പൊ ഇന്ന് ഏതായാലും തേങ്ങ ചോറും ഇറച്ചിയും കൂടി ഒരു പൊടിപ്പൂരം തന്നെ കേട്ടാ. പൊളിക്കും. തേങ്ങ ഒക്കെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അത് മുറിക്കാൻ പോവാം. ഇവിടെ ഒരുത്തൻ ഇറച്ചി മുറിക്കുന്നുണ്ട്. അത് നെയ്യൊക്കെ മാറ്റിയിട്ടുണ്ട്. കത്തി കണ്ടെങ്കിൽ നല്ല മൂർച്ചാക്കിയിട്ടുണ്ട് മാളോ. അതിന് പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പ്രത്യേക ഒരു കഴിവുണ്ട് അല്ലേ? അതെന്താ വെച്ചാൽ ഇറച്ചിക്കാരോടെ ഇവിടെ കിട്ടിയ ഇറച്ചിക്കാരോടെന്നാണ്. അപ്പൊ ഇറച്ചിനായിട്ടുള്ള അംഗം പൊട്ടും കത്തിയിട്ടുള്ള അംഗം പൊട്ടും ഒക്കെ വെക്കാൻ നല്ല എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടൊന്നും ആവൂല, അറിയില്ല. അതുകൊണ്ടൊന്നും ആവൂല. കുഞ്ഞുമോളെ സ്ഥിരം കത്തി കണക്കുന്ന ആള് ഞാനാണ്. അതെ, എല്ലാരും കൊണ്ടുവരല്ലോ. മറ്റേ കത്തി കടിച്ചാൽ നമ്മളെ പെരിക്ക് എന്നേക്കണോള് കത്തിയേറ്റ് വരല്. ഒന്നൊരു മൂർച്ച കുറഞ്ഞ നേരെ വരുവോള്. ഇപ്പൊ മൂർച്ചാക്കി കൊണ്ടുപോയിട്ടുള്ളൂ. ആ, കൈമ തട്ടലിട്ടാ. അല്ല, എല്ലിപ്പോ അവിടുന്ന് കൊടുന്നല്ലേ. നല്ല ഇറച്ചി ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി ഇറച്ചി. പിന്നെ ബദറുണ്ട്, ഉഹുദുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ബദർ, ഉഹുദ്, ബദറുണ്ട്, കമറുണ്ട്. ഇതാ ബദറുണ്ട്, കമറുണ്ട്. ഇതൊക്കെ വെട്ടിക്കോളിതാ, ഇതൊക്കെ നല്ല ഇറച്ചികളാണ്. ഇത് അടിപൊളി സാധനം. ആ, പിന്നെ ഇതാ, പിന്നെ എല്ലൊക്കെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാല് നമ്മളിവിടുത്തെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാച്ചോറ് അല്ലേ? ഉമ്മാക്ക് ഇഷ്ടമാണ്. ഉമ്മാക്ക് മുൻപോൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പക്ഷെ ഉമ്മ ഇപ്പൊ അവിടെയാണല്ലോ, അവിടെയാണ്. ഉമ്മാനെ താത്ത പോരായിക്കണില്ല. ഈ പോത്തിറച്ചി നമ്മള് കൊറേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കാര്യമില്ല. ഉമ്മ പോത്തിറച്ചി കഴിക്കൂല. ഉമ്മാക്ക് ഇഷ്ടമല്ല.
ടെസ്റ്റ് ചെയ്യുന്നേ പക്ഷെ ഉമ്മക്ക് ഈ ഹാർട്ടിന്റെ പ്രശ്നം വന്നതിന് ശേഷം ഉമ്മ ഒഴിവാക്കി. ഡോക്ടർ കഴിക്കണ്ട അറിഞ്ഞോണ്ട് പിന്നെ ഒഴിവാക്കി. ഉമ്മക്ക് ഇഷ്ടമില്ലാതായി മാറി. എന്നാലും കാണുമ്പോ ഇങ്ങനെ പൂതിയാണ് ഉമ്മക്ക്. ഉമ്മ അങ്ങനെ ഒരു കുഞ്ഞു കഷ്ണം ഇങ്ങനെ തൊള്ളിയിട്ട് വെക്കും. അപ്പൊ തേങ്ങാച്ചോറ് ഇനി ഇറച്ചി കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ വെട്ടേഴ്സ് കൊറേ ദിവസം പറിച്ചു തുടങ്ങിട്ട് ബുക്ക് ചെയ്യാൻ ബുക്കിംഗ് നമ്പർ വരെ വാങ്ങിക്കുന്ന ഉഷാദിന്റെ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാ. അതൊക്കെ മുറിച്ചേണ്ട ഓരോ രീതികളുണ്ട്. നെയ്യുണ്ടല്ലേ അതൊക്കെ അപ്പൊ ഇതൊക്കെ മുറിച്ച് റെഡിയാക്കട്ടെ. ബാക്കി സാധനങ്ങൾ റെഡിയാക്കട്ടെ. ചെറുള്ളിയൊക്കെ തൊലിക്കട്ടെട്ടാ. ഞാൻ ഇറച്ചി മുറിച്ച് കഴിഞ്ഞു. ഇറച്ചിന്റെ ഇതൊക്കെ കാണുന്ന എല്ല് വലുത് അങ്ങനെ ഇട്ടാട്ടാ. കാരണം മാളൂന് എല്ല് ഇങ്ങനെ കടിച്ചിന്നെ ഇഷ്ടമാണ് തിന്നാൻ. തിന്നാന് എപ്പോഴും മറക്കും ഞാൻ. പിന്നെ തേങ്ങ റെഡി. പിന്നെ ചെറിയ ഉള്ളി ചീരുള്ളി അല്ല ഇതിന്റെ പേര് ചീരുള്ളി. അപ്പൊ അത് തേങ്ങാ ചോട്ടിക്കുള്ളതാണ്. പിന്നെ നല്ല അരിയായിട്ട് തന്നെ വെക്കണം കേട്ടോ. അതെ ഇപ്പൊ തേങ്ങാച്ചോറ് എന്നാണ് ഇപ്പൊ പേരിട്ടിട്ടുള്ളത്. മാറ്റേണ്ടി വരുമോന്ന് അറിയില്ലല്ലേ. അതൊന്നും വേണ്ടി വരില്ല. അടിപൊളി കാരം. അപ്പൊ കിട്ടിട്ടാ ഇവരൊക്കെ നല്ല ഇതിന്റെ വേസ്റ്റൊക്കെ നന്നായി അടിച്ച് നിൽക്കണത്. ഓനക്ക് കിട്ടാ ചെറുതിന് കിട്ടിയിട്ടില്ല. എന്നാ അടുത്തോ ഓൻ കിട്ടിയില്ല. ഓൻ കഴിച്ചോട്ടെ ഈ അവൻ കഴിച്ചോട്ടെ കേട്ടാ. വേറൊരാളും കൂടി ഇവിടെ ഇതേപോലെ കണ്ടാ. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ് എന്താ. ഒരു മിനിറ്റ്. അരി കഴുകി ഈ കുടുക്കിയിലാണ് വെക്കണേ കേട്ടാ. അല്ലേ നമ്മളെ ചോറും കൊടുക്കണത്. അതെ നമ്മൾ എല്ലാരും കൂടി ഉണ്ടാകുമ്പോ വെക്കണാണ്. പിന്നെ ഇപ്പൊ മതി. കാര്യമായിട്ട് ആരും കുഴപ്പം മുത്തില്ല. പിന്നെപ്പോ വലിയ തീറ്റിക്കാരൊന്നും ഇല്ല. ഈ തേങ്ങ തീക്കിട്ടില്ല. ചെറിയ ഉള്ളി തേങ്ങയും കൂടി ഉമ്മ ചെയ്യണതൊക്കെ കണ്ടെങ്കിൽ ഞാന് കുഞ്ഞോട് പിന്നെ എപ്പോഴും ഉണ്ടാക്കണോണ്ട് പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. ഞാൻ ഉണ്ടാക്കണേ ഓളോട് ചോദിച്ചാൽ അരി, വെള്ളം, ചെറിയ ഉള്ളി അങ്ങനെയാണ് പരിപാടി. ഉലുവ ഈ പാത്രങ്ങളൊന്നും ശരിയല്ല. ഉലുവ എത്ര ഇടണമെന്ന് നിനക്കറിയില്ല. ഞാൻ കുറച്ചാണ് ഇട്ട് എത്ര ഉള്ളു. ഇതിന്റെ അളവുകളൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് ഉപ്പ് കല്ലിപ്പിട്ടല്ലോ. കല്ലിപ്പം അറിയില്ല. ഇപ്പൊ തൽക്കാലം ഇതാ നല്ലത്. ടീനേനെ ഇടല്ലേ. അപ്പൊ ഇത് ഇങ്ങോട്ട് പറ്റിച്ച തേങ്ങ ചോറ വേറെ ഒന്നും ചെയ്യാല്ല. ഇതിലിട്ട് തേങ്ങ നല്ലോണം മിക്സ് ചെയ്യണം. ഇതില് ഒന്നായിട്ട് ഇങ്ങനെ മിക്സ് ആവണല്ലേ. കണ്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടീന്ന് പെണ്ടൊക്കെ. ഈ അരി, ചെറിയ ഉള്ളി, ഉലുവ, കുറച്ച് പാകത്തിനുള്ള വെള്ളം അല്ലേ. അറിയാത്തോലും ആരും ഇല്ല. അല്ല ഇപ്പൊ പുതിയ തലമുറക്ക് അറിയണമെന്നില്ല. 2026 ഇറങ്ങിയ വണ്ടിക്കൊന്നും ഇറങ്ങി ലൈനിൽ ഇറങ്ങിയ വണ്ടി അറിയണമെന്നില്ല. കാരണം ഇത് ഇപ്പൊ അങ്ങനെ വല്ലാതൊന്നും. ഇപ്പൊ മന്തിയാണ് മെയിൻ. വെള്ളത്തിന്റെ കണക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്താ എത്ര വരില്ല നമ്മളെ ലാസ്റ്റ്. എങ്ങനെ അറിയില്ല. ഓളെപ്പോഴും വെക്കണോട് ഓളോട് ചോദിച്ചിട്ട് വേണം ഇങ്ങനെ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് അരിയില് തട്ടുമ്പോ അരിയില് നമ്മളെ കയ്യിന്റെ എത്ര വരെ മുങ്ങി. കുറച്ചുകൂടി വെള്ളം വേണം. വെള്ളം പാടുള്ളൂ. ഇത്ര വരെ വെള്ളം പാടുള്ളൂ. കയ്യിന്റെ അരിന്റെ മേലെന്ന് ഇത്ര വരെ വെള്ളം പാടുള്ളൂ. അവിടെ നിന്നുണ്ട് ഇതാ. കുറച്ചുകൂടി വെക്കണം. അപ്പൊ വെള്ളം കുറച്ചുകൂടി വെക്കണ്ടേ. അപ്പൊ ഇതിന്റെ കണക്ക് മനസ്സിലായില്ലേ. ആയിട്ടില്ല. ഓക്കെ നടക്ക്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് ഐഡിയ മനസ്സിലായില്ലേ. അപ്പൊ ഈ അരി ഇതുവരെ വെള്ളം പാടുള്ളൂ. അരിമ തട്ടിയിട്ട് ഇങ്ങനെ പാടുള്ളൂ. കയ്യിൽ വളയോ അങ്ങനെ ഇങ്ങനെ അതെ. കയ്യിൽ എത്രയാണ് വേണ്ടത് ആകണ്ടില്ലേ. ഇങ്ങനെ വെള്ളം തട്ടിയിട്ട് ഒക്കെ മനസ്സിലായിണ്ടാവും വിചാരിക്കണം. അറിയാത്തവർക്ക് അറിഞ്ഞ എല്ലാവർക്കും അറിയുന്നതാവും. എന്നാലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോ ഒന്ന് എടുക്കാൻ തോന്നി. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ആവട്ടെ അല്ലേ. എത്ര സമയമാവും? അപ്പൊ ഞാൻ ഇറച്ചി കഴിയാലോ. അപ്പൊ ഇറച്ചിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങള് ബാക്കി
ബീഫിനുള്ള ഐറ്റംസ് ഉണ്ടാക്കി പോത്തിറച്ചിക്കുള്ള ഐറ്റംസ് ഒക്കെ ഓരോടെ റെഡിയാക്കി കൊടുക്കുന്ന മോളോ എന്തായാലും നല്ല സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇന്ന് കണ്ടിട്ട് തോന്നലായി. നല്ല ഇറച്ചി വരട്ടിയതും തേങ്ങാച്ചോറുമാണ്. ഈ ഉരുളിയിലാണ് ഇതിലാണ് ഉണ്ടാക്കണത്. ഇത് കിട്ടാ ഇത് കിടല്ലേ? ഓക്കെ, സാധനം അത്യാവശ്യം ഉണ്ട്. കുഞ്ഞുമോൾ അവിടെ ഉപയോഗിക്കാത്ത കൂടി തന്നപ്പോഴേ അല്ലേ കുറച്ച് എല്ലാം നല്ല ഇറച്ചി കേട്ടാ. അപ്പൊ നമുക്ക് ആക്കിക്കാന്ന് പറയില്ല. ഇപ്പൊ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുടിയാഴ്ചന്റെ ഇറച്ചി. അപ്പൊ മുടിയാഴ്ചന്റെ ഇറച്ചിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഇറച്ചിയായിരിക്കും, മറ്റു സംശയിക്കൊന്നും വേണ്ട അല്ലേ, നല്ല ഐറ്റംസ് ആയിരിക്കും. അപ്പൊ ഇത് ഞാൻ ഇത് കത്തിക്കണം. അപ്പൊ ആയിക്കോട്ടെ, ഉപ്പും മഞ്ഞപ്പൊടി ആദ്യം ഇടാം അല്ലേ? അപ്പൊ പാകത്തിന് കുറച്ച് ഉപ്പിടാം അല്ലേ? അല്ല ഞാൻ അങ്ങനല്ല, ഇതിപ്പോ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇടണമെന്നുള്ള എനിക്കറിയില്ലോ. എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് എന്നുള്ളത്. മഞ്ഞപ്പൊടി ഇവിടെ ആ മഞ്ഞപ്പൊടി കാര്യം ഡബലുള്ളൂ കുറച്ചുള്ളൂ അല്ലേ? ഓക്കെ, തൽക്കാലത്തിന് പാകത്തിന് ജസ്റ്റ് ഒന്ന് കുഴച്ചിങ്ങാണ്ട് ലേസം വെള്ളം ഒഴിക്കല്ലേ? അപ്പൊ തേങ്ങാച്ചോറ് ഇവിടെ കയറിയിട്ടുണ്ട്. ഇറച്ചി തിളപ്പിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ വീട്ടിലെപ്പോഴും ചെയ്യല് ഇറച്ചി എന്ത് ചെയ്യും, നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ഫസ്റ്റിൽ ആ വെള്ളം ഫുള്ള് ഒഴിവാക്കും. എന്താ വെച്ചാൽ അതിമെന്ന് വരുന്ന കാര്യമായിട്ടുള്ള ഫാറ്റുകളെല്ലാം നമുക്ക് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ. കാരണം നമുക്കിപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്നും കഴിക്കുന്നത് നല്ലതല്ല, കുട്ടികൾക്കും കൊടുക്കുന്നതല്ല. അപ്പം മെയിൻ ആദ്യം വരുന്ന ആ ഫാറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് ഇറച്ചി ഇങ്ങോട്ട് അതിന് സ്റ്റെയിൻ ചെയ്തതിനെടുത്തിട്ട് രണ്ടാമത് മസാല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറച്ചി. ഇപ്പം അതിൽ കണ്ടില്ലേ മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ മാളും എപ്പോഴും ഉണ്ടാക്കില്ല. ആദ്യത്തെ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും വേവട്ടെ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതൊക്കെ ഈ വാളുവോ ആളുടെ കേട്ടോ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കട്ടെ. അതൊക്കെ ഈ വാളുവോ ആളുടെ കേട്ടോ. വാളുവോ തേങ്ങാച്ചോറ് അടി പിടിച്ച് എന്നാ വേമ്പാ. ആള് അയൽവാസിയുള്ള ബാക്കടുക്ക് കറിവേപ്പിൻ്റെ എടുക്കാൻ വേണ്ടി പോയതാ. ആ കടയിൽ നിന്ന് നമ്മൾ പുറത്തത് കടയിൽ നിന്ന് അങ്ങനെ കറിവേപ്പിൻ്റെ ആൾക്ക് താല്പര്യമില്ല, അത് കൊണ്ടുവരണ്ടെന്ന് അറിയും. അപ്പം എന്ത് ചെയ്ത് എന്നാ വേഗം പോരാ, എപ്പം അടി പിടിച്ചോ ട്ടാ. ആ ആയിക്കോട്ടെ, അത് ഉണ്ടാവും, സാധനം ഉണ്ടാവും. പോരെ ആള് കരേപ്പിന്റെ വന്നാ കിട്ടിയാ? അല്ലല്ല, ഇല്ല അടി പിടിച്ചില്ല, ഞാൻ പറ്റിച്ചല്ലേ. ഇതെന്താ സാധനം നോക്കട്ടെ, ഇത് അറിയാവുന്ന കമന്റ് ചെയ്തോളൂ, അപ്പൊ അറിയാം. അറുമുറ നോക്കട്ടെ. തിന്നാ പറഞ്ഞേ ഇതെന്താ ഇല്ലല്ലേ, ഇനി പറ്റാണ്ടില്ല, ഇനി പറ്റാണ്ട്. ഇറച്ചി ഓഫ് ചെയ്യാം. ഇറച്ചിയൊക്കെ ഊറ്റി വെച്ചു, കുത്തിച്ചേക്കണം. ഇഞ്ചി പറ്റില്ല, ഇഞ്ചി വെളുത്തുള്ളില്ല. കുക്കർ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞോളൂ. അതെ, എന്തായാലും ഞാൻ ഉണ്ടാക്കട്ടെ. അതിനുള്ള ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, കുമ്പോടുക്കാനുണ്ട് ഇവിടെ. നമ്മളെ അയൽവാസിയാണ് കേട്ടോ. എന്താ പറയാ, പാവങ്ങളാണ്. ഒരു 2-3 വയസ്സായവരാണ്. പക്ഷെ നല്ല സ്വഭാവമാണ്. പൈസ ഇല്ലാന്നല്ല, നല്ല പെരുമാറ്റാണ്. നമ്മളോട്
നമുക്ക് നമ്മളത് അറിയുള്ളൂ കേട്ടോ. നമുക്ക് നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഓലിരുന്നൊക്കെ പോകുമ്പോ ഭയങ്കര വേദന ഉണ്ട് ഇവിടുന്ന്. എന്ത് സാധനത്തിലാണ് ചെന്നാ മതി. പക്ഷെ ഞാൻ ചെല്ലൂല. അതാണ് എന്താ വേണ്ടിച്ച ഇജ്ജ് ഒന്നിനും കൊണ്ട് വരൂലല്ലോ, ഇജ്ജ് കൊണ്ട് കടക്കൂലല്ലോ, എപ്പോഴും പറിച്ചില്ല ഇജ്ജ് കൊണ്ട് കടക്കൂലല്ലോ, ഇജ്ജ് കൊണ്ട് കടക്കൂലല്ലോ. ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങണ മടിയാണ്. രേബിന്റെ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ആക്കാന്നല്ലാതെ ഞാൻ പോക്കില്ല. പിന്നെ സമയം കുറവാണ്. അതാണ് മെയിൻ പോക്കില്ല. പിന്നെ കുട്ടികളെ ഏറ്റൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഓല് വയസ്സായാലും എടുക്കാളോ അവിടെ തട്ടിത്തറിഞ്ഞു പോകും. പറഞ്ഞെടുത്തോളൂ. പക്ഷെ ഞാൻ എത്രയും ദിവസം ഞാൻ കരിയേപ്പിൻ്റെ ഇന്നിപ്പോ ഇറച്ചി കിടാൻ വേണ്ടി കരിയേപ്പിൻ്റെ ഒക്കെ പോയതാണ്. ഞാൻ പോക്കില്ല. പക്ഷെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ചെല്ലുന്നത്. നല്ലൊരു അയൽവാസിയാണ്. നല്ല അയൽവാസിയാണ്. അവരെ മിസ് ചെയ്യുന്നുണ്ട് പോകുമ്പോ. ഓക്കെ, അവിടെ പോയാ പോരാൻ തോന്നൂല. നല്ല സംസാരിച്ചു. നല്ല അമ്മാരെ അപ്പൊ ബാക്കി ഇറ്റി വരല്ലേ. അപ്പൊ ഇനി തേങ്ങാച്ചോറൊക്കെ റെഡി ആക്കി ഇതൊക്കെ ഇനി കഴിക്കാൻ പോവാണ്. റെഡി ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ബാക്കി വിഷയങ്ങളൊക്കെ ഇപ്പൊ വരട്ടാ പോലെ. നമ്മളെ ഇറച്ചി ഇവിടെ വെന്ത് തുടങ്ങി. ചോറ് നോക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് ശരിക്കും ആയിട്ടില്ല. ഒന്നും കൂടി വേവാണ്ട്. ശരിക്കുള്ള തേങ്ങാച്ചോറ് തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അല്ല എന്നാലും എപ്പോഴും ഉണ്ടാക്കൂലെന്നൊക്കെ പറഞ്ഞേ. ശരിക്കും ഓർമ്മ വരുന്നുണ്ടോ അറിയോ? പണ്ടത്തെ കാലത്ത് ഉമ്മാന്റെ കൂടെ മറ്റേ തോട്ടിങ്ങനെ നേർച്ചുണ്ടായി. അതിന് ഒക്കെ പോകുമ്പോ ഈ കൊട്ടയിൽ തേങ്ങാച്ചോറൊക്കെ ഇങ്ങനെ വിളമ്പും. പഴയ നമ്മുടെ കാരണന്മാര് അത് വാങ്ങിക്കൊണ്ടുവന്ന് 2 ദിവസമൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് കഴിച്ചിരുന്നു. വേറെ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെന്തിട്ടുണ്ടാവില്ല. നല്ല തീരെ വെന്തുണ്ടാവില്ല. ചിലവർക്ക് വയറുവേദന ഇതൊക്കെ വരും. വെന്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വേവിച്ചിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടാ. അതേപോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയാ. വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും കൂടി ആയിക്കോട്ടെ. സൂപ്പറായിട്ടുണ്ട് അല്ലേ? ആ വലിയ കഷ്ണം പോത്തിറച്ചിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കിയത്, അതും ഈ തേങ്ങാച്ചോറും കൂടി നമ്മൾ നേർച്ചകളിലൊക്കെ പോയി നമ്മുടെ പഴയ തലമുറകൾ ഉണ്ടായത് ഏകദേശം 90 1990 അവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മളെ അമ്മമാർക്ക് അമ്മമാർക്കും വല്യമ്മമാർക്കൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ, എന്താണ് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്താണ് പൂച്ചുണ്ടായിരുന്നു എവിടാ? നമ്മളെ പൊന്നോന് ഭയങ്കര പനിയാണ് കേട്ടോ. വെറും സ്ട്രോങ് പനിയാണ്. നല്ല പനി. കോട്ടൊക്കെ പോകുമ്പോ അവിടെ കാണിക്കണം. അടിപൊളിയായി. ഒന്ന് ചൂടാറുമ്പോ ഒന്നങ്ങണ്ട് ഒലരും ചോറ്. ഞാൻ വിചാരിച്ചത് തേങ്ങാച്ചോറൊന്നും ആവൂലെന്ന്. സത്യത്തിൽ ഇത് അടിപൊളി തേങ്ങാച്ചോറായിട്ട് അയ്യൊന്നോ ഉണ്ടാക്കിയതാട്ടാ. പടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് തിന്നു ഞാൻ. ശരിക്കും ആയിട്ടുണ്ട്. കുഞ്ഞുമോളുണ്ടാക്കും ചോറ്. നല്ല രസമാണ്. ചിക്കൻ കറിയും ചോറും ഇവിടെ ഇളച്ചി ഉണ്ടാക്കൂട്ടെ. മോൾട്ടിന്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി, തേങ്ങാച്ചോറ്, ഓള് എന്തുണ്ടാക്കിയാലും രസാ. അപ്പോ വിളമ്പിയാലോ? കൈ കടിയുണ്ട്. ഇത് വെന്തിക്കണമെന്നാ നോക്കട്ടെ. അതായത് ഞാന് ഒമാനിലെ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ എന്താ സംഭവം വെച്ചാൽ അവിടെ ഈ കുണ്ടോട്ടി ഭാഗത്തുനിന്ന് 1-2 സ്റ്റാഫുകൾ വന്നേ. അവർ നാട്ടിൽ വലിയ പാചകക്കാരാണല്ലോ. എന്താണ് ഈ കല്യാണ പാർട്ടിക്കൊക്കെ ഒക്കെ പാർട്ടി ഒരുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം കുറവാണ്, കാറ്ററിങ്ങിൻ്റെ ഡിപ്ലോമ കാര്യമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് അവിടെ ചെന്നപാട് ഇങ്ങനത്തെ പേപ്പർ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്താണ് പ്ലേറ്റ് കഴുകണ പണിയാണ് കിട്ടിയത്. മനസ്സിലായ? അപ്പോൾ അവർ 2 പേരും അവിടെ ചെന്നേക്ക് വേറെ 2 പേരും കൂടി വരാണ്ടല്ലോ. അത് ഇവരെ 2 പേര് ഹെൽപ്പർമാരാണല്ലോ. കുണ്ടോട്ടിയിൽ അവിടെ കാറ്ററിംഗ് ചെയ്യുന്ന ഇവരുടെ ഹെൽപ്പർമാരാണ് വരാനുള്ളത്. അപ്പൊ എന്നോട് ചോദിക്കണേ ഇവര്, അല്ല മുസ്തഫാക്ക, ഞങ്ങൾ തന്നെ മെയിൻ കുക്കുമാരാണ് കുണ്ടോട്ടിയിലെ. ഞങ്ങൾ ഇവിടെ നിങ്ങളെ ഈ കാറ്ററിംഗ് കമ്പനിയിൽ വന്നപ്പോൾ, ഈ ഒമാനിൽ ഗൾഫിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ പാത്രം കഴുകുന്ന പണിയെ തന്നത്. അപ്പം ഇനി വരാനുള്ള ഞങ്ങൾ 2 ഹെൽപ്പർമാരാണ്. അവർക്ക് പാത്രം നക്കണ പണിയാണോ കിട്ടുക? ഞാൻ പറഞ്ഞിടാ, ഞാനും അന്നെ പോലെ തന്നെയാണ്. ഞാനും പാത്രം കഴുകുകയാണ്. എനിക്കില്ല പഠിത്തം വിവരം വിദ്യാഭ്യാസം ഒന്നും. സാരല്ലൊക്കെ ശരിയായിക്കോളുന്നു. അപ്പൊ അതിങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഞങ്ങൾ വിളമ്പാനുള്ള പരിപാടി ഇവിടെ ഇതിന് ആവി ജീവിയൊക്കെ പോണ്ട് വിശന്നിട്ട് നിൽക്കാനും പറ്റില്ല. ഒരാളെ കിട്ടിയാൽ തന്നെ തിന്നും. ആ അവസ്ഥയിലാണ്, തിന്നും ആ അവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങൾ വിളമ്പട്ടിട്ടാ. അതാണ് ശരിക്കുള്ള ഭാഷ. ഇവൾക്ക് മലപ്പുറം ഭാഷ മാത്രം സംസാരിച്ച് ഇപ്പൊ പറയുന്നത് ഞാൻ പറയണൊക്കെ തെറ്റാണ്. ഇജ്ജി പജ്ജി കുജ്ജി എന്ന് പറഞ്ഞത്. അപ്പൊ ചോറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പക്ഷെ മാളും അതിൻ്റെ അടിക്കുക
കഞ്ഞി തുറ വേദ സാധനം കഞ്ഞി ഇതാ ഉണക്കമീന് ഉണക്കമീനാണ്, ഉണക്കമുളനാണ്. പൊന്നൂനെ കൊടുത്തം വിട്ട പനിയാണ്, നല്ല പനിയാ. അപ്പൊ തേങ്ങാച്ചോറ് ഇറച്ചി കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഇറച്ചിയൊക്കെ ഇതാ റെഡി ആക്കി കൊണ്ടുവന്ന് ചെയ്ത് ഞങ്ങളിതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പി വെച്ചാണ്. തേങ്ങാച്ചോറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ പൊന്നൂന് ഉണക്കമീനും കഞ്ഞിയാണ് കേട്ടാ. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ പൊന്നു വരുന്നുള്ളൂ കേട്ടാ. പൊന്നിന് വയ്യ, പനിയായതുകൊണ്ട്. കുട്ടിമോണ്ടതാ പുറത്ത് അടിപൊളിയാ എന്തൊക്കെയാ പരിപാടിയില്ല, നഖം വെട്ടലും പൈച്ചുണ്ട്. ഞങ്ങൾ തിന്നണം, ഓനിവിടെ വളമ്പിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നീന്ന് അതിൻ്റെ ദിവസം ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ ദിവസം പോയതാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. അൽഹംദുലില്ലാ അടിപൊളിയായിട്ടുണ്ട്. തേങ്ങാച്ചോറും ബീഫ് കറിയും, ബീഫ് മസാല ചെയ്യുന്നില്ലേ, കറിയും മാറി. ആ ബീഫും കറി തന്നെയല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ തേങ്ങാച്ചോറും ബീഫും കഴിക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകൾ വരും. ഓർമ്മ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഒരുപാട് ഓർമ്മകൾ വരും. അഞ്ചീസിനെ കൂടുതൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇപ്പത്തെ തലമുറക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പണ്ടൊക്കെ പള്ളിക്കലർച്ചി പോയി വരി നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നല്ലേ. നമ്മളെ തൃശ്ശൂരപ്പള്ളി ഉണ്ടെങ്കിലേ തോട്ടിങ്ങലാർച്ച ഫേമസ് ആയിരുന്നു ഈ പണ്ടത്തെ കാലത്ത്. ഇപ്പൊ നമ്മൾ ആറുവരിപ്പാത പോണ കൂടി. പിന്നെ ആ ബീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ കൊറേ ദിവസം ഉറിയിൽ വെച്ച് കണ്ടൊക്കെ കഴിച്ചു. ഇപ്പൊ പറഞ്ഞാല് ഒരു വീട്ടിക്ക് ഒരു പൊതിയുന്ന, അന്ന് അങ്ങനല്ല. ആരാ പോണു ഓൽക്കൊക്കെ തേങ്ങാച്ചോറ് അല്ലേ. അന്നാണ് കാലിട്ടുമ്പോ ഒരു തോർത്തിട്ട് ഈ കുട്ടിക്ക് രസം തന്നാളെ പറഞ്ഞേ. അയ്യാ പിന്നെ പറഞ്ഞേ ഒന്ന് എല്ലാരും ഇന്നത്തെ ജനസംഖ്യ ഇല്ലല്ലോ അന്ന് അല്ലേ. അങ്ങനെ വരുന്നവർക്ക് മുഴുവൻ ചോറ് ചെയ്യുന്നു. അന്ന് എത്ര പുറത്ത് വെച്ചാലും കേടുവരില്ല. അപ്പൊ അങ്ങനെ രസമായിരുന്നു. അപ്പൊ നമ്മളെ കുട്ടിമാരെ തിരുന്നതാ കാണിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത് ഇതിൽ ഉണ്ടായതുകൊണ്ടാണ് കേട്ടാ. പൊറുക്കണം, പൊരുത്തപ്പെടണം. അന്നെ വീഡിയോ എടുത്തിരുന്നു. അവർക്ക് വലിയ താല്പര്യമില്ല. അതാണ് ഇപ്പൊ കഴിഞ്ഞില്ല. അപ്പോൾ ഫുഡ് കഴിക്കലും റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞു. ഞങ്ങള് എനിക്ക് ഡ്രൈവിംഗ് അടിച്ചാൻ പോവാ. പിന്നെ ഇതാ ഒരുത്തനിതാ പനിയായിതാ, ഡോക്ടറെ കാണിക്കണം. അങ്ങനെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ പോയത് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതാണ്. പൊന്നൂന് വയ്യാഞ്ഞാ പിന്നെ കഴിഞ്ഞില്ല ഇന്നത്തെ കഥ. പറ്റ വയ്യല്ലോ, രോച്ച് കാണാൻ പോകുന്നത്. അത്രക്കും വയ്യെങ്കിലും ആളിങ്ങനെ കിടക്കുള്ളൂ. ഒരുവിധം ഒക്കെ ആള് പിടിച്ചു നിൽക്കുന്ന ആളാണ്. അപ്പൊ ഏതായാലും ഡോക്ടർക്ക് പോകണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. രാവിലെ മുതൽ രാത്രി വരെ വേറെ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങള് പോവാണ്. പോയി വരാൻ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.